ഇന്നലെ അദ്ദേഹത്തിൻ്റെ ജന്മദിന ആശംസകൾ അറിയിക്കാൻ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വസതിക്ക് മുമ്പിൽ കുറേ ആരാധകർ തടിച്ചുകൂടിയിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞ് എത്തിയ ആരാധകർക്ക് ഫോണിലൂടെ അദ്ദേഹം നന്ദിയും പറഞ്ഞു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്, അതായത് മമ്മൂട്ടിയുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ശരിക്കും നമുക്കൊക്കെ സന്തോഷമുള്ളൊരു കാര്യം, അദ്ദേഹത്തിന് ഈ അടുത്ത കാലം മനസ്സിന് പ്രയാസം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു അദ്ദേഹത്തിനെ പിടികൂടിയ ആ രോഗം. ആ രോഗത്തിൽ നിന്നൊക്കെ പൂർണ്ണമായി അദ്ദേഹം മുക്തി നേടി പുറത്തു വന്നു എന്നറിയുന്നത് തന്നെ മലയാളികൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. പറയും. മലയാളികൾ വലിയ സന്തോഷത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടിയൊക്കെ കാത്തിരുന്നൊരു ദിവസമായിരുന്നു. അവസാന ടെസ്റ്റും മമ്മൂട്ടി പാസ്സായ ദിവസം. അത് കഴിഞ്ഞ് അദ്ദേഹം ആഘോഷിക്കുന്ന ഒരു ജന്മദിനമാണ്. അതുകൊണ്ട് ഇതിന് ഇരട്ടി മധുരമാണെന്നുള്ള തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ഇളംകുളത്തെ വീടിന് മുൻപിലാണ് ഞാൻ ഉള്ളത്. പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ല, ചെന്നൈയിലാണ്. ഈ മറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ചെന്നൈയിലാണ്. ഉടൻ തന്നെ കൊച്ചിയിലേക്ക് എത്തും. ഇന്നലെ രാത്രി ആണ് ആരാധകർ ഇവിടെ എത്തി വലിയ സ്നേഹപ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചത്. ആരാധകരെ നിരാശരാക്കാൻ മമ്മൂട്ടി തയ്യാറായില്ല. അദ്ദേഹം ഫോണിൽ അവരെ വിളിക്കുകയായിരുന്നു, അവർക്ക് നന്ദി പറയുകയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ആളുകൾക്ക് മമ്മൂട്ടി നേരിട്ട് ഫോണിൽ കൂടെ നന്ദി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആരാധകരെയും മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മഹാനടൻ്റെ 74ാം പിറന്നാളാണെന്നത് മലയാളം ഏറ്റെടുത്ത് ആഘോഷിക്കുകയാണ്. ഒരു പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഈ വഴിയിലൊക്കെ ആരാധകർ എത്താനുള്ള സാധ്യതയുണ്ട്. മമ്മൂട്ടി ഇവിടെ ഇല്ല എന്ന് അവർക്കറിയാം, പക്ഷേ ഇവിടെയൊക്കെ മമ്മൂട്ടിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് മമ്മൂട്ടിയെ ഇവിടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷയിൽ കുറേ പേരൊക്കെ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. എറണാകുളവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. മഹാരാജാസ് കോളേജുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും എറണാകുളത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി ഒരുപാട് പരിചയമുള്ള ആളുകളുണ്ട്. എറണാകുളം അദ്ദേഹത്തിന് സ്പെഷ്യൽ. വിഷ്ണു സുരേഷാണ് കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന. ആ വസതിയിൽ ഇപ്പോൾ അദ്ദേഹം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് എത്ര പരിചയമില്ലാത്ത ആൾക്കാരായാലും ഒരു സന്ദേശം അയച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മറുപടിയോ ചെറിയൊരു സിഗ്നലോ വരും. അത് അദ്ദേഹത്തിന് ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ, ഇത്രയും പാരിച്ച ബാധ്യതകളും അലച്ചിലുകളും ഒക്കെ ഉള്ള ഒരു മഹാനടന് എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്താൻ കഴിയുക എന്ന് നമ്മൾ അറിയാതെ അത്ഭുതപ്പെട്ടു പോകും. ആളുകളുടെ ഫോൺ എടുക്കാത്ത ആൾക്കാർക്കൊക്കെ അദ്ദേഹം ഒരു വെല്ലുവിളി തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.